ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ തന്നെ സത്യഭാമയുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ആ ഭക്ഷണം പൊന്നിക്കും അതുപോലെ രാഘവനും പിള്ളക്കൊക്കെ വിളമ്പി കൊടുക്കണം കേട്ടോ. ഇത് വിളമ്പി തരുമ്പോ അത് കഴിക്കാൻ അത്ര മനസ്സ് പിള്ളക്കും ഈ പറയുന്ന പൊന്നിക്കും കഴിയില്ല കേട്ടോ. പൊന്നി പറയുന്നുണ്ട്, സത്യമേ ഞാൻ വിളമ്പിക്കോളാം എന്ന് പറയുമ്പോ അത് വേണ്ട, നീ ഇരിക്കെ, എല്ലാ പ്രാവശ്യവും നീയല്ലേ എനിക്ക് വെച്ചുണ്ടാക്കി തരാറ്. എന്നാൽ ഈ വീട്ടിൽ ഇനി എത്രത്തോളം ഞാൻ ഉണ്ടാകുന്ന അറിയില്ല, അതുകൊണ്ട് എന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ എന്ന് പറയുന്നത് വിഷ്ണു കേട്ടു വരുന്നു കേട്ടോ. വിഷ്ണു ആകെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കണേ. എന്താ അമ്മേ എന്ന് പറയുമ്പോ, എടാ നിന്റെ അമ്മ നല്ലൊരു കുടുംബിനിയാവാൻ ശ്രമിക്കുന്നു. നല്ലൊരു കുടുംബിനിയായി തന്നെ ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരം വരെ നിന്റെ അമ്മ എല്ലാവർക്കും ഉള്ള ഭക്ഷണം നിന്റെ അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. പൊന്നിയെ കയറ്റിയില്ല. ഇത്രയും നാളും പൊന്നിയും പിള്ളയല്ലേ നമുക്കൊക്കെ അന്നം തന്നിരുന്നത്. അപ്പൊ അവരെ ഇന്ന് ഇവരെ ഇരുത്തി നിന്റെ അമ്മക്ക് കൂട്ടണം എന്നൊരു ആഗ്രഹം. എന്താ അമ്മ ഈ കാണിക്കുന്നത്? എടാ ഈ വീട്ടിൽ എത്രത്തോളം ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഈ വീട്ടിൽ ഒരുപാട് പേർക്ക് സത്യഭാമ ഭക്ഷണം നൽകിയിട്ടുണ്ട്. അന്നം തേടി വരുന്നവരെ ആരെയും സത്യഭാമ ഉപേക്ഷിച്ചിട്ടില്ല. സത്യഭാമ എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ. രാഘവേട്ടന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പല ആളുകളും ഇവിടെ ഇട്ട് ഒക്കത്ത് കുഞ്ഞിനെയും വെച്ച് ഇങ്ങോട്ടേക്ക് വരും. എനിക്ക് വേണം സത്യാമ്മ, എനിക്ക് ഭക്ഷണം വേണം, ഡ്രസ്സ് വേണം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് എന്റെ മുന്നിലോട്ട് വരുമ്പോ ആരെയും ഞാൻ തള്ളി പറയാറില്ല. എല്ലാവർക്കും കൊടുത്ത വീടാണ് ഈ വീട് എന്നൊക്കെ പറയുമ്പോ തന്റെ ചുണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു കേട്ടോ. കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. തനിക്ക് വിതുമ്പുന്നു, തന്റെ മനസ്സ് തേങ്ങുന്നു. തനിക്ക് ഈ വീട് എത്ര ദിവസം എന്ന് പറയാൻ കഴിയാതെ ആകെ ഒരു പകച്ചിലോട് കൂടി ഇങ്ങനെ നിൽക്കാണ്. ആ സമയം എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ വിഷ്ണുവിനാണെങ്കിൽ ഇത് കണ്ടെടുക്കാൻ കഴിയില്ല. അമ്മേ എന്ന് പറയും, വേട നീ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഞാൻ എന്റെ ഓരോ ടെൻഷനുകൾ പറഞ്ഞിട്ട് നിങ്ങളെയും കൂടി സങ്കടപ്പെടുത്തി. എന്തോ ആയിക്കോട്ടെ. അപ്പോ ബാമേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതുവരെ നമ്മൾ രാജകീയമായി ജീവിച്ചു, ഇനി സാധാരണക്കാരിയെ ഒന്ന് ജീവിക്കാം, അത്ര തന്നെയുള്ളൂ രാഘവേട്ട എന്ന് എല്ലാവർക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എന്റെ വിഷ്ണു ഇരിക്കെ, ഭക്ഷണം കഴിക്കേ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അങ്ങനെ ഇരുത്തി കഴിപ്പിക്കുമ്പോൾ സത്യഭാമയുടെ കണ്ണു നിറയുന്നു. സത്യഭാമയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് രോഹിത്ത് കുടിച്ച് കൂമ്പ് പോലെ ഒടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സുസ്മിത, എടാ ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഇതാവുമ്പോഴേക്കും നീ ഈ ചാവുള്ളൂ. ഇങ്ങനെയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ബലി ഇട്ടാൽ അത് ചോറുണ്ണാൻ കാക്ക പോലും വരില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, കാക്കക്ക് ബലിയിടാൻ ആരും ഉണ്ടാവില്ല, അതുപോലെ കാക്കയുടെ ചോറ്, അങ്ങനെയൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ. അതുപോലെയൊക്കെ ഞാനങ്ങ് പറയുന്നു. എന്തിനാണ് നീ ഇങ്ങനെ കുടിച്ച് ഇല്ലാതാവുന്നു? അത് കേൾക്കുന്ന നീ എന്നെ നേരാൻ നിൽക്കണ്ട എന്ന് സുസ്മിതയോട് പറയണേ. അത് കേട്ട ഉടനെ സുസ്മിത, ഇപ്പൊ ഞാൻ എന്നെ സഹായിച്ചിട്ട് നീ എന്റെ കൈക്ക് കൊത്തുന്നു, എനിക്ക് എന്റെ മോളെ കാണാൻ പോകണം, ഞാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇത് കേട്ട ഉടനെ, എടാ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാണ് വന്നത്. നിനക്കൊരു വിവാഹം ആലോചിക്കാം. നീ ഇങ്ങനെ കുടിച്ച് ഇല്ലാതാവുന്നതിനേക്കാൾ നല്ല ക്ഷാമയെ തള്ളി പറഞ്ഞ് എനിക്ക് വേറൊരു പെണ്ണ് ഞാൻ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ ഉടനെ എനിക്ക് പറ്റത്തില്ല, എന്റെ കുഞ്ഞിന്റെ കാര്യമാണ് എനിക്ക് തീരുമാനം വേണ്ട. അത് നിന്റെ കുഞ്ഞല്ലല്ലോ, അത് വിഷ്ണുവിന്റെ കുഞ്ഞല്ലേ, അവനല്ലേ ആ കുഞ്ഞിന്റെ അച്ഛൻ. അത് നീ പറയും, അതൊക്കെ എനിക്കറിയാം, എന്റെ കുഞ്ഞല്ലാന്ന് എനിക്കും അറിയാം. പക്ഷെ എന്നെ ആദ്യമായി അച്ഛ എന്ന് വിളിച്ചത് ആ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയട്ടെ. ഇത് കേട്ട് സുസ്മിതക്ക് ദേഷ്യം പിടിക്കാണ്. ഇത്രയും ദിവസം അന്നം തന്നിട്ട് നീ ഞങ്ങൾക്ക് നേർക്ക് കൊത്തുന്നു, നീ ഞങ്ങളെ ഭരിക്കുന്നു, ഞങ്ങളെ നേരാക്കാൻ നോക്കുന്നു, ഞങ്ങൾ പറയുന്നത് കേൾക്കാനാണ് നിനക്ക് ഇത്രയും ചെലവൊക്കെ തന്നത് എന്ന് പറയുമ്പോ, ഇല്ല എനിക്കെന്റെ കുഞ്ഞിനെ കാണാൻ പോകണം, ഞാൻ പോകുന്നു എന്ന് പറയാനിട്ടാ. അത് കേട്ടിട്ടാണ് ഉപേന്ദ്രൻ കയറി വരുന്നത്. ഉപേന്ദ്രന് അടിമുടി ദേഷ്യം പിടിക്കണം. ഉപേന്ദ്രൻ കഴുത്തിനെ അങ്ങ് പിടിക്കാണ് ഈ പറയുന്ന രോഹിത്തിനെ. എടാ ഇത്രയും നാളും നിന്നെ ചെലവ് നോക്കി വളർത്തി ഉണ്ടാക്കിയത് നീ അവളെ കാണാൻ നിന്റെ കുഞ്ഞിനെ കാണാനുമല്ല. സത്യഭാമയുടെ അടുത്തോട്ട് നീ പോകാൻ പാടില്ല, അത് ഞങ്ങളുടെ ആജ്ഞയാണ്. ആ ആജ്ഞ കേട്ട് നീ ഇവിടെ ഇരിക്കണം, അത് പറ്റത്തില്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. അപ്പോഴേക്കും അവിടെ ഉപേന്ദ്രൻ കഴുത്ത് പിടിച്ച് രോഹിത്തിനെ ഞെരുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അവിടെ സി എ ചന്ദ്രബോസ് ഇടപെടാണ്. വേണ്ട, മതി, നിർത്തു, ഇനി അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് സുസ്മിത പറയണം, എടാ നിനക്കിപ്പോ എന്താ പ്രശ്നം? നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? നിന്റെ കുഞ്ഞ് നിനക്ക് വേണം, നീ എടുത്തോ, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നീ ആ രാഘവനോടും സത്യഭാമയോടും ഈ പറയുന്ന വിഷ്ണുവിനോടൊക്കെ ഇല്ലേ നിന്റെ പ്രതികാരം? അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ആ രാഘവൻ ഇരുന്ന ആ കസേരയിൽ നീ ഇരിക്കണം. ഇനി നീയാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. അത് കേൾക്കുന്ന രോഹിത്തിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഉടനെ തന്നെ രോഹിത്തിനോട് വീണ്ടും പറയുന്നുണ്ട്, ആ കസേരയിൽ നീയാണ് ഇരിക്കേണ്ടത് എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പിന്നീടാണെങ്കിലോ ഈ സമയം ഉപേന്ദ്രൻ പറയണേ, എന്തായാലും
അവരെ ഒതുക്കണം എന്ന് പറയണം. അതിനൊന്നും കഴിയത്തില്ല, ആ ശാലിനി കാഞ്ഞ ബുദ്ധിയുള്ള സേസാണ് എന്ന് പറയണട്ടോ. ഇതേ സമയം വിഷ്ണുവിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഉപേന്ദ്രൻ പറയണേ, നമുക്ക് അവളുടെ ഭർത്താവ് വിഷ്ണുവിനെ അങ്ങ് തട്ടുമെന്ന് പറഞ്ഞാലോ, അതൊന്നും അവളിൽ ഏൽക്കില്ല, അവനിലും ഏൽക്കില്ല എന്ന് പറയണേ. ഈ സമയം സുസ്മിത പറയണ, അതൊക്കെ ശരിയാണ്, അവനിൽ അതൊന്നും ഏൽക്കില്ല, ബുദ്ധി കൊണ്ട് കളിക്കേണ്ടവളാണ് ശാലിനി. അപ്പോൾ ഉടൻ തന്നെ സി എ ചന്ദ്രബോസ് പറയണ, അവൾക്കുള്ള കലാപരിപാടികളൊക്കെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവൾ എന്തായാലും ഇപ്പോൾ വീഴും, അതിൽ നീ പേടിക്കണ്ട എന്നും പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശാലിനിയാണ് കാണിക്കുന്നത്. ശാലിനി ഇങ്ങനെ തൻ്റെ IAS കലക്ടറേറ്റിലോട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമയം കാണാൻ കുഞ്ഞിങ്ങനെ പഠിക്കുന്നു. എടി സത്യെ, നീ എന്താടി കാണിക്കുന്നത്, സ്കൂളിലോട്ട് പോകുന്ന നേരത്താണോ ഹോംവർക്ക് ചെയ്യുന്നത്, ഇത് ഇന്നലെ രാത്രി ചെയ്തു വെക്കായിരുന്നില്ലേ? അത് കേട്ട ഉടനെ തന്നെ കുഞ്ഞ് പറയാണ്, ചെയ്യാൻ അമ്മേ, ഇന്ന് രാവിലെ വന്ന ഹോംവർക്ക് ഇന്നലെ രാത്രി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഉടൻ തന്നെ ശാരദാമ്മ, ഇത് കേട്ടില്ലേ, ഈ ടീച്ചർമാരൊക്കെ കുട്ടികളായിട്ട് പഠിപ്പിക്കുന്ന ആന്നേ, അതാണ് ശാരദാമ്മ ഞാനും പറയുന്നത്. ഉടൻ തന്നെ ശാലിനി പറയാം, അമ്മേ ടീച്ചറെ പറയണ്ട, ടീച്ചർമാരെ ഇവളാണ് ഇട്ട് പഠിപ്പിക്കുന്നത്, ടീച്ചർമാരൊക്കെ പരാതി പറയുന്നത് കേട്ടാ മതി. അത് കേൾക്കുന്ന കുഞ്ഞു പറയാണ്, അമ്മ വെറുതെ ഇല്ലാത്തത് പറയണ്ട, അപ്പൊ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിനക്കല്ലടി ആ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടേണ്ടത്. അപ്പൊ അത് കേട്ട ഉടനെ തന്നെ സത്യം പറയണം, അപ്പൊ അമ്മ അറിഞ്ഞില്ലേ, എനിക്കാണ് ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഫസ്റ്റ്, അത് അമ്മ അറിഞ്ഞില്ലേ? അപ്പോഴേക്കും ശാരദാമ്മ, ഇവളെ ഇപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ശാലിനിയ ഉടൻ പറയും, അവളെ എന്നെ പിടിച്ചു നിർത്താനുള്ള അടവുകളാണ് അമ്മ ഇതൊക്കെ അവളുടെ എന്ന് പറയുന്നിട്ടോ. ഈ സമയം എന്തായാലും അവൾ ഹോംവർക്ക് ചെയ്യട്ടെ. അല്ല, വിഷ്ണു ഇന്നല്ലേ ജോലിക്ക് കയറുന്നത്? അതെ അമ്മേ, വിഷ്ണുവേട്ടൻ ഇന്നാണ് ജോലിക്ക് കയറുന്നത്. വിഷ്ണുവേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനാണ്. ആ ജോലി എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. തടിയെടുപ്പ് മാത്രമല്ല, കാട്ടിലോട്ടും പല സ്ഥലങ്ങളിലോട്ടും പോകേണ്ടി വരും. അമ്മ വിഷ്ണുവേട്ടന് വേണ്ടി എന്തെങ്കിലും ഒരു പൂജ ചെയ്യേ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അപ്പൊ വഴിപാട് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുഞ്ഞു പറയണേ, ഇതേ ഇപ്പൊ നിങ്ങൾ അമ്മയും മോളും സംസാരം തുടങ്ങി, എത്രയും നേരം എന്റെ നേർക്കായിരുന്നല്ലോ എടുത്ത്, ഇപ്പൊ നിങ്ങൾ അമ്മയും മോളെയും സംസാരം തുടങ്ങിയെന്ന് ചോദിച്ച ഉടനെ, ആഹാ ഇല്ലേ, ഞങ്ങൾ വന്നേ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ശാലിനിയും സത്യയും കൂടി ഇറങ്ങാൻ കേട്ടോ. പിന്നീട് ശാരദാമ്മ, എന്റെ വിഷ്ണുമോനെ രക്ഷിക്കണേ, അവനെ കാത്തോളണം, അവൻ പുതിയ ജോലിക്ക് കയറുകയാണ്, അവന് ആ ഒരു ജോലിയിൽ അവന് ഒരു നേട്ടം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ദൈവങ്ങളുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. വിഷ്ണുവിന് സുബേർക്ക ചാവി കൊടുക്കണം, എന്റെ ഒരു മോനെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു, എന്റെ മോനെ നീ നന്നായി കാക്കണേ എന്നൊക്കെ പറയുമ്പോൾ കമലം കൂടെയുണ്ട്. അപ്പൊ വിഷ്ണു പറയണേ, നന്നായി തന്നെ നോക്കും ഞാൻ, നിങ്ങളുടെ മോൻക്ക് ഒരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ആ ലോറിയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ആ കയറ്റവും ഒക്കെ ഒരു 1.5 കയറ്റം തന്നെയാണ്. അപ്പോഴാണ് യൂണിയൻ നേതാക്കൾ വരുന്നത്. അവര് പറയുന്നത്, ഇതെങ്ങനെ ശരിയാവും, യൂണിയനിൽ നിന്ന് ഒരാൾ നാട്ടിലോട്ട് പോയി എന്ന് വെച്ച് ആ സ്ഥാനത്തോട്ട് വേറെ ആരെങ്കിലും കയറ്റാൻ പറ്റുമോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഒരു വണ്ടി ഇവിടെ കിടക്കുമ്പോൾ അത് ഓടാതെ കിടന്നു കഴിഞ്ഞാൽ അത് എനിക്ക് നഷ്ടമാണെന്ന് നിനക്കറിയില്ലേ? അത് എനിക്കറിയാം, പക്ഷേ ഞങ്ങളുടെ ഒരു യൂണിയനിൽ നിന്ന് ഒരാളെ മാറ്റുന്നത് ഞങ്ങളോട് ചോദിച്ചിട്ട് വേണ്ടേ? അതിന് ഞാൻ അവനെ മാറ്റിയിട്ടില്ലല്ലോ. അവന് ഒത്തിരി തവണ ഞാൻ വിളിച്ചു നോക്കി, അവൻ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ അതൊക്കെ കേൾക്കുന്ന വിഷ്ണുവിന് അടിമുടി കയറുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ദേഷ്യഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വിഷ്ണു ഇനി കളത്തിലിറങ്ങി കളിക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ സമയം അയാൾ പറയാം, അതെങ്ങനെ നടക്കും? അങ്ങനെ ഇനിയിപ്പോ അവൻ ഫോൺ എടുത്ത് വിളിച്ചിട്ടില്ലെങ്കിൽ യൂണിയൻ നേതാവായ എന്നോട് നിങ്ങൾ പറഞ്ഞു, എന്നോട് പറയുകയാണെങ്കിൽ ആ സ്ഥാനത്തോട്ട് വേറൊരാളെ ഞാൻ കൊണ്ടുവരില്ലേ എന്ന് അയാൾ പറയുന്നു കേട്ടോ. അപ്പൊ ഇനി വിഷ്ണു എന്തായാലും കളത്തിലിറങ്ങാണ്. വിഷ്ണുവിന് പൊരുതാൻ തന്നെ ഇറങ്ങാണ്, തന്റെ വീട് തിരികെ പിടിക്കാനുള്ള ആ ഒരു ഇതോടുകൂടി ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ വരാനിരിക്കുന്ന അങ്ങനെയൊന്നും ആവില്ല. വിഷ്ണുവിനെ ആ വീട് കൈവിട്ടു പോവുക തന്നെ ചെയ്യും. അത് വാങ്ങുന്നത് രോഹിത് ആയിരിക്കൂട്ടോ.